സോ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ഡാനിയൽ പിങ്കിൻ്റെ ആസ് പെർ ഹിം? മനുഷ്യനെ മോട്ടിവേഷനെ ഡാനിയൽ പിങ്ക് ഒരു 1 പോയിൻറ്റോ 2 പോയിൻറ്റോ 3 പോയിൻറ്റോ അങ്ങനെ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യത്തെ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കൽ മോട്ടിവേഷൻ ആയിരുന്നു. അത് മനുഷ്യൻ ഒരു ആനിമലാണ്, അവന് ഫുഡ് വേണം, ഷെൽട്ടർ വേണം, ഒരു ബേസിക് നീഡുകളായിരുന്നു ഒരു കാലം വരെ അവൻ്റെ മോട്ടിവേഷൻ ആയിരുന്നത്. പിന്നെ രണ്ടാമത് ഒരു ഇൻഡസ്ട്രിയൽ ഏജ് വന്നു, അല്ലെങ്കിൽ ഒരു വ്യവസായ വിപ്ലവം വന്നു, മനുഷ്യൻ പണിയെടുത്ത് തുടങ്ങി. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു സൂത്രമുണ്ട്, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് പോലെ. നമ്മൾ അവൻ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ പണിഷ് ചെയ്യാം, നന്നായി ചെയ്ത് കഴിഞ്ഞാൽ അവന് റിവാർഡ് ചെയ്യാം. അപ്പോൾ അവൻ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് മനുഷ്യൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മോഡേൺ ഏജിൽ, അത് മോട്ടിവേഷൻ 3 എന്ന് ഡാനിയൽ പിങ്ക് വിളിക്കണതിൽ അതിനൊന്നും ഒരു സ്ഥാനമില്ല. മനുഷ്യനെ പണിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് റിവാർഡ്, കുറച്ച് പൈസ കൂട്ടിക്കൊടുത്താലൊന്നും ഇന്നത്തെ കാലത്ത് ഈ പുതിയ തരത്തിലുള്ള ലോകത്ത് മനുഷ്യൻ വിജയിക്കില്ല. അവന് മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ട്. നമുക്ക് പഠിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്, നമുക്കൊരു ക്രിയേറ്റീവ് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്, നമുക്ക് മറ്റ് മനുഷ്യന്മാരായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതാണ് ലേറ്റസ്റ്റ് ലെവൽ ഓഫ് മോട്ടിവേഷൻ ഇന്നത്തെ ലോകത്ത് വന്ന് നിൽക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ 3 ഫാക്ടേഴ്സും കൂടി ഉണ്ടാവണം എന്നാണ് ഡാനിയൽ പിങ്ക് പറയണത്.